ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും CPM-നോട് അനുകൂലമായ ഒരു നിലപാടായിരുന്നില്ല CPI സ്വീകരിച്ചു പോന്നത്. പ്രത്യേകിച്ചും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പാർട്ടി തിരുത്തണം, മുഖ്യമന്ത്രി തിരുത്തണം, DYFI തിരുത്തണം എന്നൊക്കെ നിരന്തരമായി വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കാൻ യാതൊരുവിധ മടിയും കാട്ടാത്ത അദ്ദേഹം കാലം ഇത്ര മുൻപോട്ട് പോയിട്ടും അച്യുതമേനോൻ സർക്കാരിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാത്ത CPM നേതൃത്വത്തിന് മറുപടി നൽകിയിരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ വെങ്കല പ്രതിമ അനാച്ഛാദനം ചെയ്ത ചടങ്ങിൽ വെച്ചാണ് CPI സംസ്ഥാന സെക്രട്ടറി CPM-ന് മറുപടി നൽകിയത്. അച്യുതമേനോൻ സമം അടിയന്തരാവസ്ഥ എന്ന് പ്രചരിപ്പിക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും അത് തെറ്റാണെന്നും അച്യുതമേനോന്റെ ഭരണകാലം ഏറ്റവും മികച്ച കാലമെന്ന് പറയുക തന്നെ ചെയ്യുമെന്നുമാണ് ബിനോയ് വിശ്വം നൽകിയ മറുപടി. അച്യുതമേനോൻ സർക്കാരിനെ ഇടത് സർക്കാർ എന്ന് വിളിക്കാൻ തയ്യാറാകാത്ത ചരിത്രകാരന്മാരുടെ നിലപാടിനെയും ബിനോയ് വിശ്വം ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. ചരിത്രം മാറണമെന്നും ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചാകരുത് ചരിത്രരചനയെന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. EMS സർക്കാരിനെ പോലെ, നായനാർ സർക്കാരിനെ പോലെ, VS സർക്കാരിനെ പോലെ, പിണറായി സർക്കാരിനെ പോലെ അച്യുതമേനോൻ സർക്കാരും ഇടത് സർക്കാരാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ജനങ്ങൾക്കും ബോധ്യമുണ്ടെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. നവകേരള ശില്പി എന്ന് പലരെയും പറയാമെങ്കിലും ആദ്യം പറയേണ്ട പേരെന്നും ബിനോയ് വിശ്വം തുറന്നടിച്ചു. അച്യുതമേനോൻ സർക്കാരിനെ ഇടത് സർക്കാരായി കണക്കാക്കാൻ കഴിയില്ല എന്ന സമീപനം വെച്ചു പുലർത്തുന്നതും അച്യുതമേനോൻ സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ അടിയന്തരാവസ്ഥ കാലത്തെ പോലീസ് പീഡനങ്ങൾ ഉയർത്തി ഇകഴ്ത്തിക്കാട്ടുന്നതും CPM-ആണ്. CPM-ന്റെ പേരെടുത്ത് പറഞ്ഞില്ല എങ്കിലും ഈ വിമർശനങ്ങളിലെ കുന്തമുന നീളുന്നത് CPM-ലേക്കാണെന്നത് വ്യക്തമാണ്. അടിയന്തരാവസ്ഥ തെറ്റാണെന്ന് CPI തുറന്നു പറഞ്ഞിട്ട് കാലങ്ങളായിട്ടും അച്യുതമേനോൻ സർക്കാരിനോടുള്ള സമീപനം മാറ്റാൻ CPM തയ്യാറായിട്ടില്ല. ഇതിലുള്ള ഈർഷ്യയാണ് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകളിൽ നിറയുന്നത്. അച്യുതമേനോന്റെ പ്രതിമ സ്ഥാപിക്കാനുള്ള തീരുമാനത്തിലൂടെ അദ്ദേഹം കേരളത്തിന് നൽകിയ സംഭാവനകൾ ജനമനസ്സുകളിൽ അരക്കിട്ട് ഉറപ്പിക്കലാണ് CPI ലക്ഷ്യമിട്ടത്. ഇന്ന് ലോകമെങ്ങും കീർത്തികേട്ട കേരള മാതൃകയ്ക്ക് അസ്ഥിവാരമിട്ടത് അച്യുതമേനോനാണെന്നാണ് CPI-യുടെ കാഴ്ചപ്പാട്. കേരളത്തിന്റെ അഭിമാന സ്ഥാപനങ്ങളായി ഉയർന്നു നിൽക്കുന്ന ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്, CDS തുടങ്ങിയ സ്ഥാപനങ്ങളെല്ലാം അച്യുതമേനോന്റെ കാലത്ത് തുടക്കമിട്ടതാണ്. എങ്കിലും ആധുനിക കേരളത്തിന്റെ ശില്പികളെ കുറിച്ച് പറയുമ്പോൾ CPM അച്യുതമേനോന്റെ പേര് ബോധപൂർവം ഒഴിവാക്കും. അതുകൂടി കണക്കിലെടുത്താണ് അച്യുതമേനോന്റെ പ്രതിമ സ്ഥാപിക്കുന്നതിലൂടെ ചിലത് വിളിച്ചു പറയാൻ CPI തീരുമാനിച്ചത്. ആരോ പറയുന്നു അച്യുതമേനോന്റെ പേരിന്റെ കൂടെ എഴുതി ചേർക്കുമ്പോൾ സമം അടിയന്തരാവസ്ഥ എന്ന് എഴുതണമെന്ന്. എത്ര തെറ്റായ വാദമാണത്! 1000 വട്ടം നമുക്ക് പറയാം അതല്ല ശരിയെന്ന്. അച്യുതമേനോൻ സമം ജന്മിത്വത്തിന്റെ അന്ത്യം, അച്യുതമേനോൻ സമം ലക്ഷം വീട്, അച്യുതമേനോൻ സമം ശ്രീചിത്ര അതുപോലെയുള്ള സ്ഥാപനങ്ങളെന്ന്. ആ പേരിനെ ചെറിയ ഒന്നാക്കി ചുരുക്കുന്നത് എത്രയോ തെറ്റാണ്. അടിയന്തരാവസ്ഥയെ പറ്റിയുള്ള രാഷ്ട്രീയ നിലപാട് തെറ്റാണെന്ന് ആദ്യം പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി CPI ആണ്. CPI അത് സമ്മതിച്ചതുമാണ്. രാഷ്ട്രീയമായി തെറ്റുപറ്റിയാൽ അതിനെ തർക്കത്തിന് വെച്ച് ശരിയാക്കി മാറ്റുന്ന പാർട്ടിയല്ല CPI. തെറ്റ് പറ്റിയത് ജനങ്ങളുടെ മുൻപിൽ ഏറ്റു പറഞ്ഞതാണ്. അടിയന്തരാവസ്ഥ കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞു, എത്രയോ വെള്ളം ഒഴുകിപ്പോയി. പമ്പയിലൂടെയും ഗംഗയിലൂടെയും യമുനയിലൂടെയും പെരിയാറിലൂടെയും എത്രയോ വെള്ളം ഒഴുകിപ്പോയി. ഇതിനിടെ എത്രയോ പേർക്ക് നാം മാപ്പ് കൊടുത്തു. നാം പലരുടെയും കൈ കോർത്തു പിടിച്ചു. ആരോഗ്യ ബന്ധുക്കളാക്കി നമുക്ക് ചങ്ങാത്തം കൂടാൻ ഒരു മടിയും ഉണ്ടായിട്ടില്ല. എന്നിട്ടും ചില പ്രത്യേക കാരണത്താൽ ചിലർ പറയുന്നു ഈ സമവാക്യത്തിന് മാറ്റം വരുത്താൻ പാടില്ല എന്ന്. അത് മാറിയേ തീരൂ എന്നും ബിനോയ് വിശ്വം തുറന്നടിച്ചു.